ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോടാ പിശാശെ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. വാട വൃത്തിയിട്ടവനെ, മറ്റുള്ളവർ കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോടും. അങ്ങനെ മലയാളികൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ജട്ടി കേസിൽ അവസാനം മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജു കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലും മറ്റും ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജട്ടി കേസ് അല്ലെങ്കിൽ ബ്രീഫ് കേസ് എന്നൊക്കെ പറയുന്ന ഈ കേസിന് അങ്ങനെയുള്ള ഒരു മാനം മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. കേവലം ചിരിച്ചു തള്ളേണ്ടുന്ന, ട്രോൾ ചെയ്ത് മാത്രം കളയേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. മറിച്ച് അതിനേക്കാൾ അതീവ ഗുരുതരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ ജട്ടി കേസിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. ഇവിടെ ഇതിനെ ജട്ടി കേസ് എന്ന് വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഓബ്ജക്റ്റ് അഥവാ തൊണ്ടി മുതലായിട്ടുള്ള ഈ വിദേശ പൗരന്റെ അടിവസ്ത്രം അത് അയാൾക്ക് പാകമായിരുന്ന അടിവസ്ത്രമാണ്. അതിലായിരുന്നു ഈ 61 ഗ്രാം ഹാഷിഷും എയർപോർട്ടിൽ വെച്ച് കണ്ടെത്തിയത്. എന്നാൽ അത് അയാൾക്ക് പാകമല്ല എന്നൊരു നറേറ്റീവ് സൃഷ്ടിച്ച് അയാൾ അടിവസ്ത്രം ധരിക്കുന്ന ആളായിരുന്നില്ല ഇവിടെ ചൂട് കാരണം എന്നൊക്കെ പറഞ്ഞ് ഒരു കഥയുണ്ടാക്കി അതുവഴി അയാൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ടാക്കാൻ ആന്റണി രാജു ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന സെക്ഷനിലെ ക്ലാർക്കുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ, സെയിം കളറാ, ആരും അറിയില്ല. എന്റെ ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി സെക്ഷൻ ക്ലാർക്കായിരുന്ന ജോസ് എന്ന വ്യക്തിയോട് സംസാരിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം ഈ ജോസ് എടുത്ത് ആന്റണി രാജുവിന് കൊടുക്കുകയും ആന്റണി രാജു അത് പുറത്തു കൊണ്ടുപോയി വെട്ടി ചെറുതാക്കിയതിനു ശേഷം അത് തിരികെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഒരു 20 സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. ഇവിടെ ആന്റണി രാജു കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഈ തൊണ്ടി രജിസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൊണ്ടി ആരാണ് കൈപ്പറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു രേഖ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു ആന്റണി രാജു. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. തുടർന്ന് ഇതിലെ കയ്യൊപ്പ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ആന്റണി രാജുവിന്റെ ഒപ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരണവും വന്നു. അതോടെ ഈ കേസിൽ ആന്റണി രാജു പെട്ടു എന്നുള്ളതാണ് വസ്തുത. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഇറക്കം കൂടിയ ജട്ടി. എന്നാൽ ഇത് കേവലം ഒരു ജട്ടി കേസ് മാത്രമല്ല എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ കാലയളവിനുള്ളിൽ ആന്റണി രാജു ഒരു ജനപ്രതിനിധിയായി, മന്ത്രിയായി, അങ്ങനെ രാഷ്ട്രീയമായിട്ട് പല നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും വളരെ വൈകിയാണെങ്കിലും 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമത്തിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇതിനെ കേവലം ഒരു ജട്ടി കേസിന് മുകളിലേക്ക് വളർത്തുന്നത്. പട്ടി എടുത്തോണ്ട് വേണം, വായി നോക്കി കടിക്കാനും പിടിക്കാനും കിട്ടാൻ എടുത്തോണ്ട് ഓടിക്കാം.